അതിനകത്തൊരാന അവിടെ കിടന്ന് വെടി മേടിച്ചു. പരവൂർ അശോകനാന എന്ന് പറയും. ആശാനെ എന്താടാ ചോദിക്കും. അത് കട്ടിക്കാ ചോദിക്കുന്നത്. വീട്ടിലൊന്ന് പോണം. പൊക്കോ. അടുപ്പിക്കിടക്കുന്ന തീക്കൊള്ളി ഒരെണ്ണം വലിച്ചു വിരിച്ച് കൈ തന്നിട്ടുണ്ട്. ഈ വെട്ടത്ത് പൊക്കോളാൻ പറയും. ഏതാ ഈ വെട്ടം കണ്ടങ്ങ് പൊക്കോളെ. രണ്ട് മുട്ടൂടെ കൂട്ടി ഇടിക്കും. ആ മിറ്റത്തോട്ടിറങ്ങാൻ കാട്ടാനായിരിക്കും ആ പോകുന്ന വഴി മൊത്തം. എവിടെ പാരാ? അപ്പൊ ഈ കൂട്ടിലെ പണിക്ക് പോകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവാറുള്ളൂ? അല്ലല്ല, ഒരാനയ്ക്ക് 4 പേര് കാണും. 4 പേര്. അപ്പൊ ഭക്ഷണം വെച്ചോണ്ട് വരേണ്ട ഉത്തരവാദിത്വം ഒരാളുടെയാണ്. ഒരാൾ ആനയ്ക്ക് ഭക്ഷണം വെച്ച്, ആനയ്ക്കും ചോറ് വെച്ച്, നമ്മുടെയും ആഹാരം കറക്റ്റ് ചെയ്യാൻ ഒരാൾ, ഒരാൾ വക്ക് കെട്ടാൻ, ഒരാൾ പണിയിപ്പിക്കാൻ. അപ്പൊ അന്നത്തെ കാലത്ത് ആ ഒരു 18-19 വയസ്സിലൊക്കെയാണ് മുകളിലിരുന്ന് പണിയിപ്പിക്കാൻ? ഇല്ല, ഞാനൊന്നും പ്രാപ്തിയായിട്ടില്ലെന്ന്. ഇല്ല. അപ്പൊ അത് എത്ര നാളെടുത്തു? കുറെ കാലം കഴിഞ്ഞു. ഒരു 20-21 വയസ്സോ 10-21 വയസ്സോളമായി. ശരി. അപ്പൊ ഈ കൂടുതലും കേശവപിള്ള ചേട്ടൻ്റെ കൂട്ടത്തിൽ നിന്നിട്ടാണ് ഈ കാര്യങ്ങൾ പഠിച്ചത്? ചേട്ടൻ്റെ കൂട്ടത്തിൽ നിന്നിട്ട് അത് അവരുടെ ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ കൂടെ നിന്ന് പിന്നെ കൂപ്പ് പണിക്കകത്ത് നമ്മുടെ ഈ പൊന്നാലയം രാമേന്ദ്രനാന കയറിക്കൊണ്ടിരുന്ന രാമേന്ദ്രൻ ചേട്ടൻ കൂപ്പ് പണിയുണ്ട്. പുള്ളിയുടെ കൂടെ അങ്ങനെ പോയിട്ടുണ്ട്. മുതുകുളത്തുള്ള? അല്ലല്ല. അപ്പം ഈ കാര്യങ്ങൾ അന്നേരം ഒരു സമയം നമ്മൾ മനസ്സിലാക്കിയെന്ന് തോന്നുന്ന സമയത്ത് നമ്മളെ ആനയുടെ മുകളിൽ നിന്ന് പണിയാനായിട്ട് അവർ സമ്മതിക്കുമായിരുന്നു? അത് സ്വാഭാവികമായിട്ട് നമ്മൾ അടുത്ത് കൂടുമല്ലോ. അടുത്ത് കൂടുമ്പം പണി ഉള്ള ഒരു വശമായി കഴിയുമ്പം പിന്നെ പണി ആ ഒരു മല ഇറങ്ങി കഴിയുമ്പോൾ ആന കാല് പഠിച്ച് നമ്മൾ കാല് പഠിച്ചിരിക്കും. ആ ഒരു 4 മാസം അവിടെ പോയി നിന്ന് കഴിയുമ്പോൾ അത് ഏറ്റവും രസം. നമ്മളും പഠിക്കും, ആനയും പഠിക്കും. പണി അറിയാൻ മേത്ത ആന വരണം കൂപ്പിനകത്ത്. ഈ പണി അറിയാൻ മേത്ത ആനയെ പണി പഠിപ്പിക്കാൻ കൊണ്ടുവരും. അപ്പം നമുക്ക് ഈ പണി അറിയത്തില്ലെങ്കിലും കൂടെ നിൽക്കുന്ന പയ്യൻ മറ്റേ കൊണ്ടുവരുന്ന ആൾ വന്ന് മറ്റേയാളോട് പറയും, മറ്റേയാളോട് ഇടാവേ എൻ്റെ കൂടെ നിൽക്കുന്ന അതിൻ്റെ ഒരാളെ എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടില്ല, അതിൻ്റെ മേളിലോട്ട് പറഞ്ഞുവിടും. അപ്പം കഴിവുള്ളവരൊക്കെ അന്നേരം കയറ്റി വിടുന്നത്. അപ്പം നമ്മൾ പോയി നിൽക്കും ഇത് കാണാൻ. അപ്പം അവർ പറഞ്ഞു കൊടുക്കുന്നത് ഈ ചെയ്യുന്നതും താഴെ നിന്ന് ഒരാൾ പറയും. അപ്പം മേളിൽ ഇരുന്ന ഒരാൾ ചെയ്തു കൊടുക്കും. അപ്പം താഴേക്ക് നാളെ ഇടത്തോട്ട് പോകാൻ പറയുമ്പോൾ അപ്പം മേളിലത്തെ കാല് ഇടത്തോട്ടും വലത്തോട്ടും അനക്കാൻ കയറെ പഠിപ്പിക്കും. അപ്പോൾ ഈ അനക്കതനുസരിച്ച് പറയും അതാ മക്കളെ എന്ന് മറ്റേ ആൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ കുറച്ച് ദിവസം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആനയ്ക്ക് ആ ഒരു കാലിൻ്റെ ഒരു സ്റ്റിയറിങ് മനസ്സിലാവും. അപ്പോൾ അതിനുശേഷം ചേട്ടൻ അവിടുന്ന് നമ്മുടെ കൂപ്പിലെ പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ചിങ്ങി പോന്നിട്ട് ഏകദേശം ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഏതെങ്കിലും ആന പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയണ്ടേ ഈ ഉത്തരവാദിത്തോട് കയറാനായിട്ടൊക്കെ തരത്തില്ല. അന്നൊന്നും തരത്തില്ല ആനകളെ. ഇന്നത്തെ പോലെ നീ പോയിട്ട് ഞാൻ പാന്ന് പറയത്തില്ല. ചുമതല കയറണമെങ്കിൽ ഇച്ചിരി പാടാണ്. ചേട്ടൻ എത്രാമത്തെ വയസ്സിലാണ് ചുമതല? ഞാൻ ചുമതല കയറുന്ന 26ാമത്തെ വയസ്സിലാണ്. 26ാമത്തെ വയസ്സ്. എത്രയും കാലം നമ്മൾ കൂടെ നിന്ന് 26ാമത്തെ വയസ്സിലാണ് എനിക്കൊരു ചുമതലയാന കയറാൻ പറ്റുന്നത്. അത് ചേട്ടനും അങ്ങനെയുള്ളവരുടെ അതങ്ങനല്ല. ഇത് അന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു ആനയെ തരണമെങ്കിൽ അല്ലെ നമ്മളൊരു ഉടമസ്ഥനോട് ആനയെ ചെന്ന് ചോദിച്ചാൽ അവർ നമ്മളെപ്പറ്റി അന്വേഷിക്കും. അങ്ങനെ ഒരു കേസ് കെട്ട് വന്നാലേ ഒരു ആനയെ നമുക്ക് തരത്തുള്ളൂ. അപ്പം ചേട്ടൻ്റെ കൂട്ടത്തിൽ തന്നെയാണോ അങ്ങനെ നിന്നിട്ട് ചുമതല കയറാനായിട്ടുള്ള? അല്ലല്ല. ഞാൻ അത് കഴിഞ്ഞ് ആനപ്പണിയൊക്കെ കഴിഞ്ഞ് ഈ ആന പരിപാടിയിലേക്ക് ആനയിൽ നിന്ന് ഇങ്ങനെ കുറച്ചാൾ ജോലിയൊക്കെ ചെയ്ത് പിന്നെ കുറച്ചാൾ വിട്ടു നിന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വേറൊരു ആനയും കൊണ്ട് കർണാടക സ്റ്റേറ്റിൽ 2ാമനായിട്ട് പണിയിപ്പിന് പോയത്. അങ്ങോട്ട് പോകാൻ പറ്റും. അങ്ങനെ വിളിച്ചൊന്നുമില്ലായിരുന്നു. അങ്ങനെ പണിയിപ്പിന് പോയി. അവിടെ പണിയിപ്പിന് നിന്ന് അവിടെ ഒരു ആന വേറൊരാട് ആന ഒരു 40 ദിവസത്തോളം ചുമതല കയറിയിട്ട് അയാൾ വന്നപ്പോൾ തിരിച്ചു അതിന് പാവം പിടിച്ചൊരാനയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഉടമസ്ഥൻ്റെ ആന മൗട്ടത്തെ ഒരാന. ഈ കർണാടകത്തിലെ ആനയുടെ പേരെന്തായിരുന്നു? അത് രാജനെന്നായിരുന്നു. അത് കുഴപ്പമില്ലാത്തൊരു ആനയായിരുന്നു. അതൊരു പാവമായിരുന്നു. പക്ഷെ വേറെ ആന ടെററൊന്നും ഉണ്ടായിരുന്നു. അക്ബർ. അപ്പോൾ അതിനും കയറാൻ അതിൻ്റെ കൂടെ നിന്ന് ജോലി ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂപ്പിലെ പണികളാണ്. അത് എസ്റ്റേറ്റിലെ പണി. അന്ന് അതിൻ്റെ ചുമതലക്കാരനെന്ന് പറഞ്ഞാൽ കരുവാറ്റക്കാരനൊരു ആനക്കാരനായിരുന്നു. അപ്പോൾ അവരുടെ സഹായത്തോടെയാണ് അന്ന് അവിടെ എത്തിയത്? അല്ല, അവരുടെ കൂടെ പോയത്. ശരി. അപ്പോൾ അന്ന് നമ്മൾ ഇതുപോലെ തന്നെ ഒരു 10-12 ആനയുള്ളൊരു സ്ഥലത്തേക്കാണോ ചെല്ലുന്നത്? അന്ന് ഞങ്ങൾ അതെ. അന്ന് ഇവിടുന്ന് പോകുന്ന കൊല്ലത്തുനിന്ന് ആദ്യത്തെ ട്രിപ്പ് പോകുന്നത് ഒരാനയായിരുന്നു. പിന്നെ 2ാമത്തെ ട്രിപ്പ് 5 ആനയാണ് പോലെ. 5 ആന പോയി. അതിനകത്തൊരാന അവിടെ കിടന്ന് വെടി മേടിച്ചു. പരവൂർ അശോകനാന എന്ന് പറയും. അത് അവിടെ വെച്ച് വെടി മേടിച്ച് അതിന് ആൾക്കാർ പല കിംവദന്തികളാണ് പിന്നീട് പറഞ്ഞുണ്ടാക്കിയത്. അതങ്ങനൊന്നും അല്ല. അതിൻ്റെ സത്യാവസ്ഥ ആനക്കാരൻ്റെ കുഴപ്പം കൊണ്ട് ആനക്കാരൻ കെട്ടിയിട്ടിട്ട് പോയി.
അത് ചങ്ങല നീളത്തിൽ കെട്ടിയാനെ. കെട്ടിയപ്പോൾ ഈ ആന എടുത്ത് മറ്റുള്ള ആനയുടെ കീഴിൽ ചെന്ന് കയറാൻ പറ്റത്തില്ല. ആന താഴെ വെച്ച് കൊല്ലത്തില്ല ആളെ, എടുത്തുകൊണ്ട് പോയി കൊല്ലും. അപ്പം മയക്കുവെടി വെച്ച് കഴിഞ്ഞ് പിന്നെ ഈ ആന മരത്തിനടിപ്പിക്കാൻ വേറൊരു ആനയും കൊണ്ട് കെട്ടി വലിക്കേണ്ടി വരും. ഈ ആന വീണുപോയി. ഡോസ് കൂടിയത് അന്നത്തെ മരുന്നിൻ്റെ. കെട്ടി വലിച്ച് മരത്തിനടിപ്പിച്ച് അവിടെ അങ്ങനെ ആനയുടെ ഒരു അമരം പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ അന്നത്തെ ആ പണിയെല്ലാം വിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാം പുറകെ കൂടേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അന്നത്തെ പണിയും കാര്യങ്ങളൊന്നും അവിടെ അതൊരു ഇഷ്യൂ ഒന്നും ആവുന്നൊരു അതങ്ങനല്ല. അന്നെന്ന് പറഞ്ഞാൽ ആനപ്പണിയിൽ ഒരു ആന തെറ്റിയാൽ നമ്മുടെ ആന കൂടെ നിൽക്കുന്ന ഒരു വിശ്വാസമുള്ളവരോടെ ഒന്ന് പിടിക്കുമെന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ഒരു പൂ. ഇന്നങ്ങനല്ലല്ലോ. ഇന്നൊരാന തെറ്റിയാൽ നമ്മൾ ഉടനെ ക്രാച്ചറുണ്ട്, അല്ലെങ്കിൽ മയക്കുവെടിയുണ്ട്, അങ്ങനെയുള്ള സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ അങ്ങനല്ല. തെറ്റിക്കഴിഞ്ഞാൽ ആന നാട് മൊത്തം തൂത്തുവാരിക്കൊണ്ടേ വരും. അഞ്ചേട്ടാ, അന്ന് കർണാടകത്തിൽ നിന്ന് ഈ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഏത് ആനയിലേക്കായിരുന്നു? ഞാൻ കർണാടകത്തിൽ നിന്ന് വന്നു കഴിഞ്ഞ് പിന്നെ ആനപ്പണി ഒന്ന് താഴെ വെച്ചു. ശരി. അത് കഴിഞ്ഞിട്ട് കുറച്ച് പിന്നെ ഞാൻ ആറ്റ് വാരായിരുന്നു. മണലിന് വരാൻ പോയി. അങ്ങനെ നിന്ന് വാരാൻ പോയ കൂട്ടത്തിൽ 1.5 വർഷത്തിൽ 2 വർഷത്തോളം വാരാൻ പോയി. വാരിൻ്റെ പരിപാടിയൊക്കെ ആനഫീൽഡ് വേണ്ട എന്നൊക്കെ ഒന്നും മതിയായി കഴിഞ്ഞപ്പോഴാണ് മൗട്ടത്തുനിന്ന് വിളിക്കുന്നതും മൗട്ടത്തിൽ നിന്നൊരു ആന ചുമതല ഏൽക്കുന്നതും. അതൊരു 6 കൊല്ലം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. പിന്നെ കണ്ടിന്യൂ. എത്ര കൊല്ലമായി ഇപ്പം മൗട്ടത്ത് തന്നെ? മൗട്ടത്ത് ഇപ്പം കറക്റ്റായിട്ട് പറഞ്ഞാൽ 26 വർഷമായി. 26 വർഷമായിട്ട് മൗട്ടത്ത് തന്നെ ആവുന്നത്. അപ്പോൾ ചേട്ടാ, ഇപ്പോൾ ഇന്നത്തെ കാലത്തെ ഈ ഉത്സവം അതും പഴയ കാലത്തെ ഉത്സവമായിട്ട് നമ്മൾ ഇത് നോക്കുമ്പോൾ അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് എങ്ങനെ അതിനെപ്പറ്റി എങ്ങനെ ഉണ്ട്? ഇപ്പോൾ അതൊരു വ്യത്യാസം എന്താണ്? പഴയ രീതിയിലുള്ള ഉത്സവം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു പോകും, ഒരു മുഷിഞ്ഞില്ല. പക്ഷെ ഇന്ന് നേരെ തിരിച്ച ഇന്ന് ആഘോഷമാണ്. മറ്റേത് ആചാരമായിട്ട് നടത്തുമായിരുന്നു. ഇന്ന് അങ്ങനല്ല. ഇന്നൊരു പൂരപ്പറമ്പിൽ ഞങ്ങൾ ആനയുമായിട്ട് ചെന്ന പരമാവധി ഞങ്ങളുടെ നെയ്യ് എത്രയും എടുക്കാവർ എത്രയും എടുത്തിട്ട് അവന്മാർ തിരിച്ച് ഞങ്ങളെ ഇവിടുത്തെ ഉൾപ്പെടും. പരിപാടി എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടില്ല. ഇന്ന് നേരെ മറിച്ച് ഒരുപാട് വാദ്യമേളങ്ങളല്ലേ ഇപ്പം കിടക്കുന്നത്. പണ്ട് ചെണ്ട മാത്രമേ ഉള്ളായിരുന്നു. ഇന്ന് അത് കഴിഞ്ഞിട്ട് നാസിക്ക് ഡോള് എന്ത് പറയാൻ ചപ്പ് ചവർ മൊത്തവും ഉണ്ട്. ഇതിനിടയ്ക്ക് തുള്ളൽ, ഡാൻസ്, പൂവാരിയറിയിൽ ഇതെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ 10 മണിക്ക് ചെല്ലണമെന്ന് പറഞ്ഞാൽ 12 മണിയാകുമ്പോഴെങ്കിലും അമ്പലത്തിൽ ചെന്നാൽ മതി എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതേപോലെ ആ പകലുള്ള എഴുന്നള്ളിപ്പുകൾക്കൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടോ? അതിനൊരു നിയന്ത്രണം വന്നിട്ടുണ്ട്. നിയന്ത്രണം വന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാർ അതൊരു വളരെ നല്ല കാര്യമാണ് ചെയ്തത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 3 മണിക്ക് ശേഷം എഴുന്നള്ളിച്ച് 10 മണി വരെ ഉള്ള ഒരു ടൈമിങ് പറഞ്ഞിട്ടുണ്ട്. ഈ നൈറ്റ് നമുക്ക് എത്ര എഴുന്നള്ളിക്കാം, നൈറ്റ് അല്ല വിഷയം, പകലത്തെ ചൂടാ പ്രശ്നം. നൈറ്റ് നമ്മളിപ്പോൾ ഒരു 9 മണിക്ക് തീരുന്നത് ഒരു 12 മണിക്ക് തീർന്നാലും നമുക്കൊരു വിഷയമല്ല. കാരണം എന്താ അറിയോ, ആനയ്ക്ക് അത്യാവശ്യം ഒന്ന് വെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞാലോ ഏതെങ്കിലും ഒരു വെള്ളം കൊടുക്കാനുള്ള സംവിധാനമോ മറ്റേത് ഈ പകലത് പറ്റത്തില്ല. എല്ലാവരും വീട്ടുകളിൽ നിന്ന് മൊത്തം പൂരം കാണാനാണ് നിൽക്കുന്നത്. ഇത് നിൽക്കുന്നവരെല്ലാം വെയിൽ കൊണ്ട് അവിഞ്ഞ് നാശമായി നാനാവിശേഷമായിട്ടല്ലേ നിൽക്കുന്നത്. അതിൻ്റെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ചേട്ടാ, ഈ മൗട്ടത്ത് കമ്പനിയിൽ ആദ്യം വരുമ്പോൾ ഏതാനൊക്കെയായിരുന്നു ചുമതല കയറിയത്? ഗോപാലൻകുട്ടി എന്ന് പറഞ്ഞു. ഗോപാലൻകുട്ടി ആനിപ്പോഴും ഉണ്ടോ? ഇല്ല, അത് ചരിഞ്ഞു. ശരി. അത് ഈ ഗോപാലൻകുട്ടിയുടെ ഒരു രീതിയൊക്കെ എങ്ങനെയായിരുന്നു? പാവം ആനയായിരുന്നു, ഒരു ശാന്തന ആനയായിരുന്നു. കൂടുതൽ തടിപ്പണിയും കാര്യങ്ങളും നല്ല മരക്കൂറുള്ള ആനയായിരുന്നു. അതിനെ കൊണ്ടും പരിപാടിക്ക് പോകാറുണ്ടായിരുന്നു. അത് അന്ന് 50 പരിപാടികളൊക്കെ ശരാശരി ആ പരിപാടിയൊക്കെ ഒരു 50 പരിപാടി എടുക്കുന്ന ഒരു ആനയായിരുന്നു. അപ്പോൾ ഈ തന്നെ ചുമതലയായിട്ട് നമ്മൾ കൂപ്പിലേക്ക് പോകുമ്പോൾ സാധാരണ പണ്ട് കാലത്ത് പോയതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഉത്തരവാദിത്തം നോക്കി ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ കൂപ്പിലെന്ന് പറഞ്ഞാൽ പണിയിപ്പുകാരനെ നമ്മൾ ഒരു കാരണവശാലും രാത്രി ശല്യം ചെയ്യത്തില്ല. കറക്റ്റായിട്ട് പറഞ്ഞാൽ ഞാനായിരുന്നു അന്ന് പണിയിപ്പ്. അത് കഴിഞ്ഞ് നമ്മുടെ പയ്യന്മാരൊക്കെ പണിഞ്ഞ മുതിർന്നതായി കഴിഞ്ഞപ്പോൾ പിന്നെ അവരെ ഏൽപ്പിച്ചു. രാത്രിയിൽ ഒരാനയുടെയും ചുമതലക്കാരൻ കിടന്ന് ഉറങ്ങത്തില്ല. അവയുടെ ഉറക്കം പകല. കാരണം ഈ പണിയിപ്പുകാരും വക്കവെട്ടുകാരനും വന്ന് അരിവെപ്പുകാരും അവർ ക്ഷീണം മാറ്റി അവർ ഭക്ഷണം കഴിക്കാൻ കിടന്നു അവർ കിടന്നുറങ്ങും. നമുക്ക് രാത്രിയിൽ ഒരു ശ്രദ്ധ വേണം. കാട്ടാന എപ്പോഴാണ് വന്ന് ആനയുടെ കിഴി കയറുന്നതെന്ന് അറിയത്തില്ല. എത്ര വട്ടം, ഒരുപാട് വട്ടം ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതിന് നമ്മൾ ഉപദ്രവിക്കാനുള്ള അവസരം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഈ രീതിയിലല്ല ആനയെ കിട്ടുന്നത്. ഈ ചങ്ങലയുടെ പകുതി നീളത്തിലായിരിക്കും ആന നിൽക്കുന്നത്. ഫുൾ സ്വാതന്ത്ര്യത്തിൽ ആന നിൽക്കുന്നത്. ആനയുടെ ഒരു അമരത്ത് മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. ബന്ധോസ് ചെയ്യത്തില്ല, കൂപ്പിനകത്ത് ബന്ധോസ് ചെയ്യത്തില്ല ആനകളെ. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ആന ഇങ്ങനെ ഒരു ആക്രമണത്തിനിരയായെന്നും പറഞ്ഞ പത്രത്തിലുണ്ടായിരുന്നു. കാട്ടാനുള്ള അതിപ്പം ജാതർശാലങ്ങളും ആന വന്ന് കയറിയതായിരിക്കും. അല്ലെങ്കിൽ അറിയാവുന്നവർ പറയണം ആന ഇറങ്ങുന്ന സ്ഥലമാണ്, ആനയെ ശ്രദ്ധിച്ചിട്ടാണോ എന്ന് പറഞ്ഞാൽ നമുക്കത് ശ്രദ്ധ വരും.
ഞങ്ങളെന്ന് പറഞ്ഞാൽ 9 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ ആഴിക്ക് തീയിടും. ആഴി കെടാൻ അവസരം കൊടുക്കത്തില്ല. തീ കിടന്നു കഴിഞ്ഞാൽ ഒരുമാതിരി പെട്ടെന്ന് കയറി വരത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, കാട്ടാനകളുടെ മുമ്പിൽ പെട്ടുപോവുകയോ അങ്ങനെ? ഒത്തിരി വട്ടം പെട്ടിട്ടുണ്ട്. ഞാൻ പല വട്ടവും പെട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു പരുവത്തിന് അങ്ങനെ രക്ഷപ്പെടും, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ അടുത്ത് നമ്മുടെ ആന ഉള്ളപ്പോഴാണോ ഇങ്ങനെ സംഭവം? അല്ലല്ല, നമ്മൾ തന്നെ അങ്ങോട്ടേക്ക് തന്നെ എന്ന് പറഞ്ഞാൽ മിക്കവാറും നമ്മൾ മല ഇറങ്ങി വരുന്ന കൂട്ടത്തിലോ അല്ലെങ്കിൽ ആന മുന്നേ പോകുമായിരിക്കും, അല്ലെങ്കിൽ രാവിലെ നമ്മൾ ആന എടുത്തോണ്ട് കയറി. ചിലപ്പം നമ്മൾ ആന എളുപ്പ വഴിക്ക് ഇതിലെ കയറിപ്പോന്ന് പറഞ്ഞാൽ നമ്മൾ കയറിപ്പോ ഇത് എവിടെയെങ്കിലും മരത്തിന്റെ കീഴിൽ പമ്മി ഇരിക്കുമായിരിക്കും. ഈ ഗോപാലൻകുട്ടി ആനയിൽ നിന്ന് പിന്നീട് ചേട്ടൻ മാറി വേറെ ആന അടിക്കുന്നത് രാജേന്ദ്രൻ? അല്ല, അതിനിടയ്ക്ക് അവിടെ തന്നെ വേറൊരു ആന ചുമതല കുറച്ച് നാൾ നിൽക്കേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞ് ആനയുടെ കച്ചവടമെല്ലാം ആയി. പിന്നെ എനിക്കൊരു 3 മാസത്തോളം ആന ഇല്ലാതെ നിന്നു. അപ്പം അങ്ങനെ കുണ്ട്ര വെള്ളിവെണ്ണ ഓമനക്കുട്ടച്ചേട്ടൻ ഒരു ആനയെ മേടിച്ചു. അതിനെ അഴിക്കാനായിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ അതിനെ അഴിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ്, അപ്പോൾ അന്നൊരു തട്ടാം മാധവൻ എന്ന് പറഞ്ഞൊരു വാപ്പാൻ നിൽക്കുമായിരുന്നു. അദ്ദേഹം പ്രായമുള്ളൊരു മനുഷ്യനായിരുന്നു. ഒരു പാമ്പ് പിടിച്ചാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ദയനീയത കണ്ടതുകൊണ്ട് ഞാൻ അതിനകത്ത് കൈവെക്കാൻ പോയില്ല. കാരണം പാമ്പ് പിടിച്ചൊരു മനുഷ്യനാണ്. ചെറുപ്പക്കാരാണെങ്കിൽ നമുക്ക് കയറിക്കൊള്ളാം. നമ്മൾ ഈ ഗുരുത്വം എന്ന് പറയുന്ന സാധനം വിറ്റ് തിന്നരുതല്ലോ. അപ്പോൾ അതിന് ഈ ഒരു ഗോപാലൻകുട്ടി ആനയുടെയും ഈ ഒരു ഇതിന് ശേഷം എപ്പോഴാണ് രാജേന്ദ്രൻ്റെ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വന്നത്? രാജേന്ദ്രൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിനെ അദ്ദേഹം പോയി മേടിക്കാൻ പോകുമ്പോൾ എന്നെ വിളിക്കുന്നത്.